നമസ്കാരം, സെബാസ്റ്റ്യനാണ്. എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പല പാരൻസും വിളിക്കുന്ന സമയത്ത് കോഴ്സും കോളേജും തങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാനുള്ള സീറ്റിൻ്റെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങളും ആശങ്കകളും ഒക്കെ ആയിട്ട് പലരും വിളിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിലവിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടെന്നോ അവയിൽ ഏതൊക്കെ കാറ്റഗറി സീറ്റുകളുണ്ടെന്നോ അവയുടെ അക്കാഡമിക് പെർഫോമൻസ്, അക്കാഡമിക് ഔട്ട്കം എങ്ങനെയാണെന്നോ അവിടുത്തെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണെന്നോ ഇത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയൊന്നും ഇല്ല എന്നാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുട്ടികളോടും പാരൻസിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ല. പലരും പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഫീഡുകളിൽ നിന്ന് മാത്രമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. പലർക്കും കോളേജുകളെ അറിയാനേ വയ്യ. ഏത് കോളേജ്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പോലും അറിയില്ല. അവിടെ ഏതൊക്കെ ബ്രാഞ്ചുകളാണ് പഠിപ്പിക്കുന്നതെന്നോ ആ ബ്രാഞ്ചുകളിലെ പാസ് പെർസെൻറ്റേജ് എന്താണെന്നോ അവിടുത്തെ കുട്ടികൾ പഠിച്ചിറങ്ങിയതിന് ശേഷം എംപ്ലോയബിലിറ്റി എന്ന ആ ഒരു എലമെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് എത്രത്തോളമാണ് അവരുടെ പെർഫോമൻസ് എന്നോ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ സർവൈവ് ചെയ്യുന്നുണ്ടോ എന്നോ ഇപ്പോഴത്തെ ജോബ് മാർക്കറ്റിൽ സർവൈവ് ചെയ്യുന്നുണ്ടോ എന്നോ ഇതൊക്കെയൊന്നും ആർക്കും വ്യക്തമായ ധാരണയില്ല. അപ്പോൾ ഇതൊക്കെ വളരെ വലിയ വിശാലമായ വിഷയമാണ്. നമുക്കിപ്പോൾ കോളേജുകളെ തിരിച്ചറിയുന്നതിനും കോളേജുകളിലെ കോഴ്സുകളെ തിരിച്ചറിയുന്നതിനും കോളേജുകളുടെ കാറ്റഗറി തിരിച്ചറിയുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ഒന്ന് വിലയിരുത്തുന്നതിനും സഹായകരമാവുന്ന ഒരു ചിത്രം ഞാൻ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഒരു ടേബിളാണ്. ആ ടേബിളിൽ കോളേജുകളുടെ പേരും കോളേജുകളുടെ കോഡും അവിടെ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 2024 4 വർഷം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കുട്ടികളുടെ പാസ് പെർസെൻറ്റേജിനെ അടിസ്ഥാനപ്പെടുത്തി ആ അക്കാഡമിക് പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു റാങ്കിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവയുടെ ഓർഡർ നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിലുള്ളത് ഏറ്റവും ഒന്നാമത്തെ ഐറ്റമായിട്ടും അങ്ങനെ 1, 2, 3, 4 അങ്ങനെ തുടങ്ങി താഴേക്ക് പോകുമ്പോൾ അവരുടെ പെർഫോമൻസിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചും കൂടിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കോളേജുകൾ പരിഗണിക്കുന്ന സമയത്ത് ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, മുൻപ് നമ്മളൊരു വീഡിയോയിൽ ചെയ്ത സമയത്ത് ഗവൺമെൻറ് സെക്ടറിലുള്ള കോളേജസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഗവൺമെൻറ് സെക്ടറിലുള്ള, അതായത് ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിനെ കൂടാതെ സ്വകാര്യ സ്വാശ്രയ മേഖലയിലുള്ള ഇത്തരത്തിൽ അക്കാഡമിക് പെർഫോമൻസ് മികച്ച രീതിയിൽ നിലനിൽക്കുന്ന കോളേജുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ മികച്ച കോളേജുകൾ കൂടി പരിഗണിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ ഈ ലിസ്റ്റ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലിസ്റ്റിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കോളേജുകളെ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ താഴേക്ക് എഴുതുന്നതോടൊപ്പം ഓരോ ബ്രാഞ്ചിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് അത് പരിശോധിക്കുന്നതിനെ സംബന്ധിച്ച് പലർക്കും തെറ്റായ ധാരണയുണ്ടെന്ന് എനിക്കിതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. കാരണം പല പാരൻസുമായും വിദ്യാർത്ഥികളുമായിട്ടും നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അവസാന വാക്കല്ല. ഒരു 40-45% സാധ്യത നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിന് സഹായകരമാവുന്ന ഒരു ഡാറ്റ മാത്രമാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഒരു കോളേജിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതിന് പരിഗണിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ ക്യാമ്പസ് ലൈഫ് ആവാം, ഒരുപക്ഷെ അവിടുത്തെ അക്കാഡമിക് പെർഫോമൻസ് ആവാം, ഒരുപക്ഷെ അവിടുത്തെ പ്ലേസ്മെൻറ്റ് സ്ട്രാറ്റജി ആവാം, ഒരുപക്ഷെ അവിടുത്തെ കുട്ടികൾ സ്വന്തം സ്ഥാപനങ്ങൾ തുടങ്ങുന്ന എൻ്റർപ്രണർഷിപ്പോ അതുപോലെയുള്ള സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളിലേക്കോ പോകുന്നതിൻ്റെ തോതിൻ്റെ അടിസ്ഥാനത്തിലാവാം. ഇങ്ങനെ പല വിഷയങ്ങളും ഒരു കോളേജ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ പരിഗണിക്കുന്നുണ്ടാവും. അത്തരത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കോളേജുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള റാങ്ക് വെച്ച് ഏത് കോളേജിലായിരിക്കും കിട്ടാൻ സാധ്യത എന്ന് കണക്ക് കൂട്ടാൻ സഹായിക്കുന്ന ഒരു റെഫറൻസ് വാല്യൂ മാത്രമാണ് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ്, അതിൽ ഗവൺമെൻറ് സെക്ടറിലുള്ളതും സ്വകാര്യ മേഖലയിലുള്ള കോളേജുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു നിശ്ചിത ശതമാനത്തിൽ അധികം അക്കാഡമിക് പെർഫോമൻസ് ഉള്ള സ്ഥാപനങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ലിസ്റ്റൊന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ നിങ്ങളുടെ വിയോജിപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്